ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കുട്ടികളെ, പാദവാർഷിക പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 3-ാം ക്ലാസ്സിലെ ദുറൂസ്, അപ്പോൾ അതിൽ ഒന്നാമത്തെ പാഠത്തിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ഈ വരിയിൽ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ്. ഇതിൽ നിന്ന് രണ്ട് തരത്തിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒന്ന്, അള്ളാഹുവിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ് ആരോട്? അപ്പോൾ അതിന് മറുപടി എന്താ? കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നവരോട്. ഇനി അതല്ല, പൂരിപ്പിക്കാൻ ചിലപ്പോൾ ഉണ്ടാവില്ല. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഡാഷ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ എന്തായിരിക്കും അവിടെ എഴുതി കൊടുക്കേണ്ടത്? അള്ളാഹുവിനും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം ഇങ്ങനെ പ്രതീക്ഷിക്കാം. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധം ഉള്ളവരാണ് കുടുംബക്കാർ. ഇതിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം. എന്തായിരിക്കും ചോദ്യം ഉണ്ടാകുക? ആരാണ് കുടുംബക്കാർ? അപ്പോൾ അതിന് ഉത്തരം എന്ത് ചെയ്ത് കൊടുക്കണം? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധം ഉള്ളവരാണ് കുടുംബക്കാർ. ഇനി മറ്റൊരു ചോദ്യം, കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയെന്നുണ്ടാവും ചോദ്യങ്ങൾ. കുടുംബബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെ? അപ്പോൾ ഇതിൽ 4 കൊടുത്തിട്ടുണ്ട്. റിസ്ക് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. അപ്പോൾ ചിലപ്പോൾ 4 ചോദിക്കാം, ചിലപ്പോൾ 2 ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളുള്ളത് എഴുതുക. ഇനി മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതെ, കുടുംബബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ 4. കുടുംബബന്ധം പുലർത്തുന്നതിൽ 4. അതിൻ്റെ മാർഗങ്ങൾ 4 ഇതുണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് സിമ്പിളായ 4 അല്ലെങ്കിൽ ചിലപ്പോൾ 2 ആയിരിക്കാം. അപ്പോൾ ചുരുങ്ങിയത് 4 എല്ലാവരും പഠിക്കുക. ഒന്നെന്താ? കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവർക്ക് ഹദിയ നൽകുക. അപ്പോൾ 4 ഇനി ചിലപ്പോൾ ഇതന്നെ കൊടുത്തിട്ടുണ്ടാകും, വേർതിരിച്ച് എഴുതാം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാകാം. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക? പഠിക്കുക. ഈ കള്ളിയിലുള്ളത് ഒമൻ ഖാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫലിയസ്ലി റഹിമ, ഇത് കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാവരും നന്നായി പഠിക്കുക. ചിലപ്പോൾ പൂരിപ്പിക്കാനായിരിക്കാം, ചിലപ്പോൾ ഓർഡർ തെറ്റിച്ചിട്ട് കൊടുക്കും. നമ്മൾ എന്ത് ചെയ്യണം? ഓർഡറിൽ എഴുതേണ്ടി വരും. അപ്പോൾ ഇതെല്ലാവരും കാണാതെ പഠിക്കുക. ഒന്നാമത്തെ പാഠത്തിന് സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും പറഞ്ഞു. ഈ രണ്ടാമത്തെ പാഠത്തു നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് നമുക്ക് പരിശോധിക്കാം. പാഠം അയൽവാസികൾ എന്നുള്ള. അപ്പോൾ ഇതിൽ നിന്ന് ആരാണ് അയൽവാസികൾ എന്ന് ചോദ്യം പ്രവേശിക്കാം. എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. ഈ ഉത്തരം അതാട്ടോ. ചോദ്യം എന്തായിരിക്കും? ആരാണ് അയൽവാസികൾ? ഇനി കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്, ഖുറാസാനിലെ മഹാപണ്ഡിതൻ്റെ പേര് എന്താ? അബ്ദുല്ലാഹിബ്നുൽ മുബാറക് എന്ന ഖുറാസാനിലെ വലിയൊരു പണ്ഡിതൻ്റെ പേരാണെന്ത്? അബ്ദുല്ലാഹിബ്നുൽ മുബാറക്. അപ്പോൾ ഇത് ചോദിച്ചിരുന്നു. പിന്നെ അയാളുടെ അയൽവാസി ആരായിരുന്നു വെച്ചാൽ ഒരു ജൂതനാണ്. അയാളുടെ അയൽവാസി ഒരു ജൂതനാണ്. ഇനി അടുത്ത പേജ് എല്ലാവരും മറക്കി. ഇതിൽ ഈ 2 കോളങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഒന്ന്, അയൽവാസികളെ സ്നേഹിക്കണം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു അയൽവാസികളെ ഇനിപ്പുറത്തുനിന്ന് ചേരുമ്പടി ചേർക്കണ്ടായിരുന്നു. അപ്പോൾ സ്നേഹിക്കണം എന്നാണ്. അയൽവാസികളെ സ്നേഹിക്കണം. പിന്നെ ഇനി അയൽവാസികളുടെ കടമകൾ അതെല്ലാവരും എന്ത് ചെയ്യുക? ഒന്ന് പഠിക്കുക. അതിൽ 1-2 ഏതായാലും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തൊക്കെ? അവരെ വേദനിപ്പിക്കരുത്. അപ്പോൾ അയൽവാസികളുള്ള കടമകൾ എന്താണ് എന്നായിരിക്കും ചോദ്യം ഉണ്ടാകുക. അപ്പോൾ എന്തായിരിക്കും? അവരെ വേദനിപ്പിക്കരുത്, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക? എല്ലാവരും നന്നായി വായിച്ച് പഠിക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ പാഠം എല്ലാവരും നന്നായി വായിച്ച് പഠിക്കുക. പിന്നെ ഇപ്പുറത്ത് ആ കള്ളിയിലുള്ള ഹദീസ് എല്ലാവരും പഠിക്കുക. ലൈസൽ മുഅ്മിനുല്ലദി യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി എന്നുള്ള ഹദീസ് എല്ലാവരും പഠിക്കുക. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസി അല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇത് പൂരിപ്പിക്കാനുണ്ടാകാം, അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ചിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാകും. നമ്മൾ എന്ത് ചെയ്യും? ഓർഡറിൽ എഴുതേണ്ടി വരും. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാവരും എന്ത് ചെയ്യുക? പഠിക്കുക. ഈ 3-ാമത്തെ പാഠം എല്ലാവരും ശ്രദ്ധിക്കുക. അതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വരും? വിരുന്നൂട്ടൽ എന്നാണ് പാഠത്തിൻ്റെ പേരല്ലേ. അപ്പോൾ ഈ പാഠത്തിൽ നിന്ന് പല ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്ന്, അതിഥികളെ ആദരിക്കൽ എന്തിൻ്റെ ഭാഗമാണ് എന്ന് ചോദിക്കാം. അതിഥികളെ ആദരിക്കൽ, ബഹുമാനിക്കൽ, അതായത് വിരുന്നുകാരെ ബഹുമാനിക്കൽ എന്തിൻ്റെ ഭാഗമാണ്? അപ്പോൾ ഈമാനിൻ്റെ ഭാഗമാണ്. അല്ലെങ്കിൽ എന്തുണ്ടാകും? ഈമാനിൻ്റെ ഭാഗമാണ് എന്ത്? അപ്പോൾ അതിഥികളെ ആദരിക്കൽ അങ്ങനെയും ചോദിക്കാം. പിന്നെ പ്രധാനമായിട്ടും വിരുന്നിൻ്റെ മര്യാദകൾ എല്ലാവരും പഠിക്കണം. അപ്പോൾ എന്തൊക്കെ ഇതിൽ
7 മര്യാദകൾ ഈ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ 7 കാര്യം എല്ലാവരും നന്നായിട്ട് വായിച്ച് പഠിക്കുക തന്നെ വേണം. ഒന്ന്, പ്രസന്നഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം. ഓക്കെ. പിന്നെ വിരുന്ന് വന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതും വേർതിരിച്ചിന്, അതായത് അതിഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ 2 ഇതാണ്ട്. എന്നെന്താ? ഒന്ന്, വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കുക. അതായത് വിരുന്ന് വന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചിലപ്പോൾ ചോദിക്കാം. അത് ഒന്നെന്താ? വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലം തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത്തെ എന്താ അതിന് മറുപടി? വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ 2 കാര്യങ്ങളായല്ലോ. പിന്നെ ഈ ഹദീസ് എല്ലാവരും പഠിക്കുക. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ളൈഫഹു എന്നാണ്. ഇത് ചിലപ്പോൾ പൂരിപ്പിക്കാനോ അല്ലെങ്കിൽ ഡിസോർഡറിൽ തരും, നിങ്ങൾ ഓർഡർ ആക്കേണ്ടി വരും. ഇനി 4ാമത്തെ പാഠം, അദബ് വേണം ഭോജനത്തിന്. ഈ പാഠത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് പരിശോധിക്കാം. ഒന്ന്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കഴിക്കണം. ഇത് കഴിഞ്ഞ വാർഷിക പരീക്ഷയിൽ ചോദിച്ചിരുന്നു, ചേരുമ്പടി ചേർക്കാനായിട്ട്. അപ്പോൾ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് എന്തായാലും നല്ല ഭക്ഷണം കഴിക്കണം. പിന്നെ പ്രധാനമായും ചോദിക്കുക ഇതിന് മര്യാദകളാണ്. ഭക്ഷണം കഴിക്കുന്നതിന് ചില മര്യാദകളുണ്ടെന്നല്ലോ. ആ മര്യാദകളിൽ നിന്ന് 3 or 4 ചിലപ്പോൾ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാൻ എന്ന് കരുതണം. 2 കൈയും വായും കഴുകുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ഏതാണ് പഠിക്കാൻ, അതെന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട്. ഏതായാലും മുഴുവൻ പഠിക്കേണ്ടതാണ്, പക്ഷേ പരീക്ഷയ്ക്ക് ഓർമ്മിക്കാൻ ഏറ്റവും നല്ലത് എന്താണ്, ചെറിയ പോയിന്റുകൾ പഠിക്കലാണല്ലോ. അപ്പോൾ 2 കൈയും വായും കഴുകുക, ഇരുന്ന് കഴിക്കുക, വലതു കൈ കൊണ്ട് കഴിക്കുക, തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ. പിന്നെ അവസാനത്തുള്ള ഇതും എല്ലാവരും ശ്രദ്ധിക്കുക. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊല്ലേണ്ട ദിക്ർ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇത് പൂരിപ്പിക്കാൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിക്റാണ്. ഇതെല്ലാവരും എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. അപ്പോൾ എല്ലാവരും എല്ലാ പാഠവും കൃത്യമായിട്ട് നന്നായി വായിച്ച് പഠിക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ അതിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു എന്നുള്ളൂ. എല്ലാവരും എല്ലാ പാഠവും നന്നായി പഠിക്കണം. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.